1.5 വർഷം മുമ്പ് ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ച് പൂനെയിലേക്ക് ഞങ്ങൾ ഫാമിലിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്നെടുത്ത വീഡിയോസാണിത്. ഇച്ചുവിന് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലൈറ്റ് യാത്ര കൂടിയാണിത്. ആദ്യം ഞങ്ങൾ ഗോവയ്ക്ക് പോയിരുന്നു, പിന്നീട് ഞങ്ങൾ പൂനെയിലേക്ക് പോകുന്നതാണ്. അവൻ തന്നെ മുന്നോട്ട് നടന്ന് അവൻ്റെ സീറ്റ് കണ്ടെത്താൻ വേണ്ടി പോവുകയാണ്. ഹാൻഡ് റെസ്റ്റ് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്, യാത്രക്കാർക്ക് ഇനി വന്ന് ഇരുന്നാൽ മതി. അപ്പോൾ അവൻ്റെ സീറ്റ് കാണിച്ചു കൊടുത്ത് അവൻ വളരെ കംഫർട്ടായിട്ട് അവൻ്റെ സീറ്റ് വന്നിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ഗോവയ്ക്ക് പോയപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാനൊന്നും അവൻ സമ്മതിക്കുന്നില്ല, എന്തൊരു വഴക്കും ബഹളമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവൻ ഇത്തിരി വളർന്നതുകൊണ്ടും ഈ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന സീറ്റ് ബെൽറ്റ് ഇടണം, കാറിൽ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ ഇടുന്നത്, അതുപോലെ ഫ്ലൈറ്റിലും ഇടണം എന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസം കൊണ്ട് പറഞ്ഞതുകൊണ്ട് ആൾ നല്ല മിടുക്കറായിട്ട് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് സുന്ദരനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല ആശ്വാസമായിരുന്നു. ആദ്യം ഗോവയ്ക്ക് പോയപ്പോൾ അങ്ങനെയല്ല, എഴുന്നേറ്റ് നിന്ന് വഴക്കും കരച്ചിലും ബഹളവും സീറ്റ് ബെൽറ്റ് തട്ടിക്കളയലും ഒക്കെ ആയിരുന്നു. എന്താണല്ലോ ഇപ്രാവശ്യം കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു. പിറ്റേന്ന് പ്രോഗ്രാമിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ഒരു മാൾ സന്ദർശിക്കാനായിട്ട് പോയി. കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയ പലതും മാളിലുണ്ടായിരുന്നു. അതിലെനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് കുറച്ചുകൂടി ഇഷ്ടം തോന്നിയത് ഒരു ലോറിയാണ്. സാധാരണ നമ്മുടെ ലോറിയുടെ അതേ ലെന്തിലും ഹൈറ്റിലും ഉള്ള ഒരു ലോറി, പക്ഷെ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സിൽവർ കളറുള്ള ബോളുകൾ പോലെ എന്തോ കൊണ്ടാണ്, ബോളാണോ എന്താണ്, ബോളുകൾ ഒട്ടിച്ചൊട്ടിച്ചുണ്ടാക്കിയതുപോലെ ഇരിക്കുന്നു. അതിന് മുകളിലായിട്ട് മനുഷ്യർ നിൽക്കുന്നതായിട്ടും ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. അതാരും ടച്ച് ചെയ്യാതിരിക്കാൻ അതിൻ്റെ 4 ചുറ്റിലും ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അത് ഒരു ലേഡി അവിടെ നിൽക്കുന്നുമുണ്ട് അതിൻ്റെ സെക്യൂരിറ്റി ആയിട്ട്. അപ്പോൾ ഞങ്ങളതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അത് കുറേ നേരം നോക്കുന്നത് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണാൻ കുറച്ചും കൂടി ഒരു വെറൈറ്റി ഇൻട്രസ്റ്റിങ് തോന്നി. പിന്നെ ഞങ്ങൾ റൂമിലോട്ട് വന്ന് അങ്ങനെ ഇച്ചൂസ് ആദ്യമായിട്ട് കാർട്ടൂൺ കാണുകയാണ്. ഞാൻ തലയിണയൊക്കെ എടുത്ത് വെച്ച് കൊടുത്തപ്പോൾ നല്ല സൈലൻ്റായിട്ട്. സാധാരണ അവനെ കാർട്ടൂൺ കാണിക്കാറില്ല, കാർട്ടൂൺ കാണിക്കാൻ കാരണം മര്യാദയ്ക്ക് അവിടെ ഇരിക്കില്ല കുറച്ചേരം എന്നൊക്കെ കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ഥിരം പരിപാടിയാണ് ഈ കാണുന്നത്. കൊട്ടാട്ടേന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്ത് തലയെ വെച്ച് ഇങ്ങനെ കൊണ്ടു നടക്കും. ഇപ്പോൾ റൂമിൽ തലയിണേ ഉള്ളൂ, അതുകൊണ്ട് തലയിണ എടുത്തുകൊണ്ട് നടന്ന് ഇതിനകത്ത് തള്ളിക്കയറ്റുകയാണേ. എന്നാൽ താഴെ പോയി ആ തലയിണ അവന് വേണോ? അവിടെ കൊണ്ട് ഒരെണ്ണം വെച്ചല്ല ബാത്റൂമിൻ്റെ അത് എടുത്തു. ആ 3 തലയിണ ഇരിക്കുവാനത് അതിൻ്റെ ഇറക്കി വരുന്ന. പിറ്റേ ദിവസം വിച്ചുവിനെയും കൂട്ടി നമ്മൾ അടുത്തൊരു മാളിൽ പോയി. അവിടെ അവന് കളിക്കാനുള്ള സ്പേസിലൊക്കെ കയറി. ഒരു കുതിരയുടെ പുറത്തിരുന്നപ്പോൾ അത് വർക്ക് ചെയ്തില്ല, കാരണം അവന് 3 വയസ്സ് പോലും ആയിട്ടില്ലാത്തതുകൊണ്ട് ഇതിലൊന്നും കയറ്റാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അവൻ്റെ വിചാരം അവൻ തന്നെ കുതിരേനെ ചാടിച്ച് ഓടിച്ച് പറപ്പിക്കുകയാണെന്നാണ്. അങ്ങനെ അവൻ അതിൻ്റെ മുകളിലിരുന്ന് നമ്മൾ പൈസ മുടക്കാതെ അവൻ എൻജോയ് ചെയ്ത്. കൊച്ചു പിള്ളേരെ ഒന്ന് നമ്മളിത് ഇരുത്തിയിട്ട് മാറിക്കൊടുക്കണം. ഇച്ചിരി ഹൈറ്റിലാണ് ഇതിരിക്കുന്നത്, അതൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് അവനെ എല്ലാത്തിലും ഇങ്ങനെയൊക്കെ ഇരുത്താനേ പറ്റുകയുള്ളൂ. പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് തപ്പി അവിടെയൊക്കെ നടന്ന്. അങ്ങനെ നമുക്ക് ബെറ്റർ ആയിരിക്കണമല്ലോ, വയറിനൊന്നും കുഴപ്പമുണ്ടാവാതെ ഇരിക്കണ്ടേ. നമ്മുടെ നാട്ടിലല്ല, വേറൊരു സ്ഥലത്താണ്, അവിടെ നിന്ന് ഫ്ലൈറ്റിലൊക്കെ കയറി വരണം. അപ്പോൾ വയറൊക്കെ കുഴപ്പമില്ലാതിരിക്കണമെങ്കിൽ നമുക്ക് പറ്റുന്നത് വേണമല്ലോ. അതിനുവേണ്ടി നമ്മൾ വെറൈറ്റി ആയിട്ട് കഴിച്ചിട്ട് കൊച്ചും കൂടി ഉള്ളത് എന്തെങ്കിലുമൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയാവും. അതുകൊണ്ട് നമുക്ക് പറ്റുന്നത് ചപ്പാത്തിയോ അതുപോലെ എന്തെങ്കിലുമാണ് നമ്മൾ നോക്കിയത്. അങ്ങനെ നമുക്ക് ബെറ്റർ എന്ന് തോന്നിയ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ കയറി. വളരെ രസകരമായിരുന്നു ആ ഹോട്ടൽ. പിന്നീട് നടന്നത്, നമ്മൾ സീറ്റിലിരുന്ന് കഴിയുമ്പോൾ ഒരാൾ വരും, ഒരു ഗോൾഡൻ കളറിലെ ജഗ്ഗും ഒരു പ്ലേറ്റും കൊണ്ടുവന്നിട്ട്. അപ്പോൾ നമ്മൾ കൈ കഴുകാനായിട്ട് കൈ കാണിച്ചു കൊടുക്കണം. അവരത് നമ്മുടെ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു തരും. അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെയും കൈ കഴുകും. അതിനുശേഷം വേറൊരാൾ വരും, ഒരു പ്ലേറ്റ് വെക്കും. അതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു കപ്പുകളുണ്ടാവും. പിന്നെ ഒരാൾ വന്ന് വിളമ്പും, അടുത്തയാൾ വന്ന് വിളമ്പും. അങ്ങനെ മാറി വിളമ്പിക്കൊണ്ടേയിരിക്കുകയാണ്. അത് കട്ട്ലൈറ്റ് ഉണ്ട്, സാലഡുണ്ട്, സ്വീറ്റ്സുകളുണ്ട്, പിന്നെ കുറേ
വേറെ എന്തൊക്കെയോ സാധനങ്ങൾ നമുക്ക് പേരറിയാത്ത കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ഇത്തിരി പിന്നെ 2 റൊട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പേരറിയാത്തതും നമുക്ക് ആദ്യമായിട്ട് കഴിക്കുന്നതായിട്ടുള്ള കുറേ സാധനം വിളമ്പി തുടങ്ങിയപ്പോൾ തന്നെ ഇച്ചൂസ് കൈ നീട്ടി വരുന്നുണ്ട്. അവൻ കഴിക്കുമോ ഇല്ലയോ എന്നൊന്നും അവൻ അറിയാൻ പാടില്ല, ഞങ്ങൾക്കും അറിയില്ല, ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയില്ലല്ലോ. പക്ഷേ അവന് വിശക്കുന്നുമുണ്ട്. അതുകൊണ്ട് കുറേ നേരം ആ ഗെയിമിലൊക്കെ കയറി കളിച്ചത് കൊണ്ട് അവന് വിശക്കുന്നുണ്ട്. അപ്പോൾ അവന് എല്ലാത്തിനും കൈ നീട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ അത് എരിവുണ്ടോ ഇല്ലോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ആദ്യം കൊടുത്തില്ല. പിന്നെ അവൻ നിർബന്ധിച്ച് പ്ലേറ്റ് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് വെച്ച്. പിന്നെ ഏതാണ്ടൊക്കെ എടുക്കുന്നുണ്ട്. അവൻ അധികം കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, അവന് പറ്റുന്ന സാധനങ്ങളൊന്നും ആയിരുന്നില്ല. അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർ വിളമ്പിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സെർവിങ് രീതി വളരെ വ്യത്യസ്തമായ ഒന്നായിട്ട് തോന്നി. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകുന്നത്. അത് നന്നായി എൻജോയ് ചെയ്തു. എല്ലാ ഭക്ഷണത്തിലും നല്ല ടേസ്റ്റൊന്നും നമുക്ക് പറയാനില്ല, പല രീതികളായിരുന്നു. പിന്നെ അവർ വിളമ്പുന്നതനുസരിച്ച് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ഒത്തിരി അത് നമ്മളുടെ ഫുഡ് പോലെ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷേ അവർ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു പോകും. പിന്നീട് രസകരമായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ കൊണ്ടുവന്ന് തൊപ്പി തലയിൽ വെച്ച് തന്നു. അത് ആദ്യം വെച്ചത് പ്രോപ്പറായിട്ട് സെറ്റ് ആവാത്തതുകൊണ്ട് അവർ അടുത്തതെടുത്ത് വെച്ച് തന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണ് കേട്ടോ ഈ ചിരിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ എടുക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ റൂമിൽ വന്നു. ആരാ ജ്യൂസുകാർ വന്ന് കൊട്ടുന്ന റൂം? നമ്മൾ ഓർഡർ ചെയ്തില്ലല്ലോ. നമ്മൾ ഓർഡർ ചെയ്യാനിട്ടും അവർ ജ്യൂസും കൊണ്ടുവന്ന ആണോ? എന്നിട്ടൊന്ന് കൊട്ടുന്ന എന്നിട്ട് ജ്യൂസും കൊണ്ടുവന്ന എന്താ കൊണ്ടുവന്നേ? ജ്യൂസാ? അല്ല, നമ്മൾ ഓർഡർ ചെയ്തില്ലല്ലോ. നമ്മൾ ഓർഡർ ചെയ്യാതെ അവർ കൊണ്ടുവന്ന് കൊട്ടുന്ന റൂമിൽ ഡോറേ മുട്ടുന്ന നമ്മൾ ഓർഡർ ചെയ്യാതെയാ? എന്നാ കുഞ്ഞു പോയി തുറന്നിട്ട് വാങ്ങിക്ക്. കിട്ടിയോ? ജ്യൂസ് കിട്ടിയോ? ജ്യൂസ് കിട്ടിയ? അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു പോരാനുള്ള ദിവസം എത്തി. 3 ദിവസമായിരുന്നു ഞങ്ങളുടെ പൂനെയിലെ സ്റ്റേ. ഞങ്ങൾ ജിഞ്ചർ ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അവിടുത്തെ റിസപ്ഷനിസ്റ്റാണ് ഇവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഒരു ഹൈഡ്രജൻ ബലൂൺ വേണമെന്ന് പറഞ്ഞ് അവൻ ഒത്തിരി വഴക്കിട്ട് വാശി പിടിച്ച് കരഞ്ഞ് ബഹളം വെച്ചു. ഞങ്ങൾ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. കാരണം നമുക്ക് ഫ്ലൈറ്റിൽ ഇതൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതിൻ്റെ എയർ കളഞ്ഞ് കൊണ്ടുവരാമെന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മളത് വാങ്ങിച്ചു അവിടെ വെച്ച്. അപ്പോൾ റിസപ്ഷനിസ്റ്റ് എല്ലാ ദിവസവും അവനെ കാണുകയും ചോക്ലേറ്റ് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അവിടെ എല്ലാവരും അവന് ചോക്ലേറ്റ് കൊടുക്കുമായിരുന്നു. പക്ഷേ പോരുന്ന ദിവസമായതുകൊണ്ട് അവൻ്റെ കൂടെ ഈ ബലൂൺ തട്ടിക്കളിക്കുവാണ്. അവിടെ കസ്റ്റമേഴ്സ് വന്നിട്ട് പോലും അവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളുടെ ഫ്ലൈറ്റ് വെളുപ്പിനെയായിരുന്നു. വെളുപ്പിനെയുള്ള വ്യൂ കണ്ടില്ലേ പൂനെയുടെ? എന്ത് രസമാണെന്ന് നോക്കി. ഫ്ലൈറ്റിലിരുന്ന് ഇച്ചൂസ് ഉറങ്ങിയിരുന്നില്ല, ഓരോ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ഞാൻ പിന്നെ ഈ ലൈറ്റെല്ലാം കാണിച്ചു കൊടുത്തു. അവൻ ഉറക്കാൻ വേണ്ടി നോക്കിയിട്ട് അവൻ ഉറങ്ങുന്നൊന്നുമില്ലായിരുന്നു. അങ്ങനെ കൊച്ചി എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വെളുപ്പിനെയല്ലേ എത്തിയത്. അതുകൊണ്ട് തന്നെ സിയാലിൻ്റെ തന്നെ ഇതുപോലെ ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള റൂം ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞത്. അങ്ങനെ നമ്മളവിടെ റൂം എടുത്തു. നല്ലൊരു ആംബിയൻസും നല്ല റൂംസും നല്ല ഹൈജീൻ ആയിട്ടുള്ള റൂംസും ബാത്റൂമും ഒക്കെ ആയിരുന്നു. അവിടെ നട്ട്സും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നട്ട്സൊക്കെ ചെന്നപാടെ എടുത്ത് കഴിച്ചു, നമുക്ക് വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മളവിടെ ഇത്തിരി നേരം കിടന്ന് ഉറങ്ങി. വെളുപ്പിനെ ചെന്നത് കുറച്ച് നേരം മാത്രമേ നമുക്ക് ഉറങ്ങാൻ കിട്ടിയുള്ളൂ. ഫ്ലൈറ്റിലിരുന്ന് ഒട്ടും ഉറങ്ങിയിട്ടില്ലെങ്കിലും ഇച്ചൂസ് റൂമിൽ വന്നിട്ടും അതേപോലെ തന്നെ കളിയായിരുന്നു. ലാൻഡ് ഫോൺ എടുക്കുന്നു, അവൻ കാണുന്ന പുതിയ സാധനങ്ങൾ എടുത്ത് കളിക്കുന്നു, തലേനെ എടുക്കുന്നു. ഉറങ്ങാൻ ഒട്ടും കൂട്ടാക്കുന്നില്ല. പിന്നെ പാട്ടൊക്കെ വെച്ച് തലേനയിലൊക്കെ വെച്ച് കിടത്തി ഉറക്കി. നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ പറ്റില്ല, നമുക്ക് വണ്ടി ഓടിച്ച് പോകേണ്ടതല്ലേ. പിറ്റേന്ന് രാവിലെ കുളിച്ച് സെറ്റിൽ ചെയ്യാനായി നമുക്ക് താഴത്തോട്ട് വന്നു. അപ്പോൾ ഇച്ചൂസ് പത്രം എടുത്തിട്ട്, ഇംഗ്ലീഷ് പത്രം എടുത്തിട്ട് നല്ല വായനയാണ്. ഓരോ ഫോട്ടോയൊക്കെ കാണിച്ച് എനിക്ക് വിശദീകരിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സെറ്റിൽ ചെയ്ത് അവിടുത്തെ സ്റ്റാഫിനോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. എയർപോർട്ടിലുള്ള സ്റ്റാച്ചുവിൻ്റെ പൂരത്തിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഇച്ചൂസിനെ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ പൂനെ യാത്ര ഇവിടെ അവസാനിക്കുന്നു.